ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് IBBS എക്സാമിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ് IBBS എക്സാം എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിലേക്കുള്ള പൊതുമേഖലാ ബാങ്കുകൾക്ക് വേണ്ടി ഒരൊറ്റ പാനൽ എക്സാം നടത്തുന്നു. അതാണ് IBBS എക്സാം എന്നറിയപ്പെടുന്നത്. ഈ പാനലിൽ IBBS എക്സാമിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് സാധാരണ PSC എക്സാംസ് ഒക്കെ ആണെങ്കിൽ കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം എക്സാം കണ്ടക്ട് ചെയ്യാനും എക്സാമിന്റെ റിസൾട്ട് വരാനും അലോട്ട്മെന്റ് ഒക്കെ നടക്കാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ നമുക്ക് നടക്കും. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ആദ്യത്തെ കാര്യം അതാണ്. IBBSൽ 2 എക്സാംസ് ആണുള്ളത്. ക്ലറിക്കലും ഉണ്ട്, ഒരു PO ഉണ്ട്. PO എന്ന് പറയാൻ മാനേജർ, അത്രയും മനസ്സിലാക്കുക. അപ്പോൾ ക്ലറിക്കൽ എക്സാംസ് ഇപ്പം അതിൻ്റെ ചെറിയ പേരുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എങ്കിലും ബേസിക്കലി ക്ലറിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ ഏത് കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അവരുടെ ഏജ് എന്തായാൽ മതി? 20 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കായാൽ മാത്രം മതി. 20നും 28നും ഇടയ്ക്ക് മാത്രമുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഏജ് എന്ന് പറയുന്നത് ജനനത്തീയതി 2/8/1998 മുതൽ 1/8/2006 ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ OBC ആണെങ്കിൽ എന്തുണ്ട്? +3 ഉണ്ട്. SC/ST ആണെങ്കിൽ +5 ഉണ്ട്. കാറ്റഗറി വൈസ് റിസർവേഷൻ. അപ്പൊ ഇതാണ് IBBSന്റെ ബേസിക്കലി ഉള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകൾ ആദ്യം ഒന്ന് നോക്കിക്കോ. 1/8/2026 മുതൽ 21/8/2026. ഇത്രയും ദിവസമേ ഉള്ളൂ ആപ്ലിക്കേഷൻ്റെ സമയം. അടുത്ത മാസം അപ്ലൈ ചെയ്യാൻ പറ്റും. പേയ്മെൻറ്റും ഓൺലൈനിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ഒരു എഡിറ്റ് വിൻഡോ ഉണ്ട്. എന്താണ്? 2 ദിവസം ആഫ്റ്റർ ക്ലോഷർ ഓഫ് രജിസ്ട്രേഷൻ അല്ലേ. ഇനി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചില കാറ്റഗറിക്ക് ട്രെയിനിങ് ഉണ്ട്. PET എന്ന് പറയുന്ന ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് സെപ്റ്റംബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനിയും ഇതിൻ്റെ പ്രധാനപ്പെട്ടത് പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് ഒക്ടോബർ മാസത്തിൽ പ്രിലിമിനറി വരും. മെയിൻ എക്സാം ഡിസംബറിൽ വരും. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് എന്തിൽ വരും? മാർച്ചിൽ വരും. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുവാണെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അടുത്ത മാർച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഡിസംബർ വിൻഡോയിൽ പരിപാടികളെല്ലാം കഴിയും. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ട്, ഒരു മെയിൻ എക്സാം ഉണ്ട്. ഇത് 2 കൊണ്ട് പരിപാടി തീരും. മനസ്സിലായോ? ഒരുപാട് സമയം ഒന്നും നമ്മൾ ഈ എക്സാമിന് വേണ്ടി കളയണ്ട. നമുക്കറിയാം ഒരു ടോപ്പിക് ഉണ്ട്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട്. കുറേ ടെസ്റ്റ് സീരീസും ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്പീഡാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. എലിമിനേഷൻ ടെക്നിക്ക് അറിയണം. ക്വസ്റ്റ്യൻസിൻ്റെ പ്രോപ്പർ ചാനലിൽ വേണം പഠിക്കാൻ. സെക്ഷൻ വൈസ് കട്ട് ഓഫുകളൊക്കെയാണ്. അപ്പോൾ എന്താ, മാത്സിന് എങ്ങനെ കൊടുക്കണം അത് ഞാൻ പറഞ്ഞു തരാം. ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പ്രിലിമിനറിക്ക് എന്തൊക്കെയുണ്ട്? ഇതിന് ഏറ്റവും സാലറിയാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് 24,050 രൂപ മുതൽ 64,480 രൂപ വരെയാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ക്ലറിക്കലായിട്ട് ജോബ് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് വരുന്നത്. അവിടെ നിങ്ങളൊരു പ്രിലിമിനറി എക്സാംസ് എടുക്കുമ്പോൾ ആ പ്രിലിമിനറിയുടെ മെയിൻലി 3 സബ്ജക്റ്റുകളാണ്. ഇംഗ്ലീഷ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് ഉണ്ട്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച ഇംഗ്ലീഷ് തന്നെയാണോ? ഇംഗ്ലീഷ് 30 ചോദ്യങ്ങളിൽ നിന്ന് 30 മാർക്ക് അല്ലേ. സമയവും തന്നിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പം നിങ്ങളൊന്ന് ഒരു എക്സാമിന്, നിങ്ങൾക്ക് IBBSൻ്റെ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കണം? ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷിൽ എന്താണ് പഠിക്കാനുള്ളത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബേസിക് ഗ്രാമറിൽ നിന്ന് ഇവിടെ തുടങ്ങിയാൽ മാത്രമേ. ഇവിടെ ബേസിക് ഗ്രാമർ എന്നല്ലായിരിക്കും ഇവർ ചോദിക്കുന്നത്. എറർ കറക്ഷൻ എന്നൊരു ഭാഗമായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു ഭാഗമാണ് വരുന്നതെങ്കിൽ ആ എറർ കറക്ഷൻ്റെ ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഗ്രാമറുണ്ട്. അത് പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ മാക്സിമം എക്സസൈസ് ചെയ്യുക. സെൻറ്റൻസിനെ റീഅറേഞ്ച് ചെയ്യാൻ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സുകളും ട്രിക്സുകളും ഉണ്ട്. എല്ലാ ഗ്രാമറൊന്നും പഠിച്ച് ഏത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും അങ്ങനെ പഠിച്ച കുട്ടികൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷേ ഉള്ളൂ. അല്ലാതെ വലിയ രീതിയിൽ നമുക്ക് അറിയാത്തതൊന്നുമല്ല. നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്ലറിക്കലിൻ്റെ എക്സാമിൻ്റെ നമുക്ക് എന്ത് പറ്റും? സിലബസ് കവർ ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ഒരു 30 മാർക്കിൽ മാക്സിമം ഇംഗ്ലീഷിൽ സ്കോർ ചെയ്താലുള്ള ഗുണം എന്താ? നമുക്ക് മാത്സിനും ഒക്കെ കുറച്ച് സമയം സേവ് ആയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ കയറി നമുക്ക് പിടിക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 35 മാർക്കാണ്. 20 മിനിറ്റ് ആണ്. സെയിം മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് ചെയ്യാനായിട്ട് സിംപ്ലിഫിക്കേഷൻ്റെ കുറേ നന്നായിട്ട് പ്രോബ്ലംസ് സ്പീഡ് ചെയ്ത് പഠിച്ചാൽ കിട്ടും.
അടുത്ത എന്താണ്? റീസണിങ് ആണ്. റീസണിങ് നമ്മൾ കണ്ടിട്ടുള്ള റീസണിങ് ഒക്കെയാണ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബോർഡ് മാസ് തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. പോയിന്റ്, സംഖ്യകളുടെ ഗുണനം, നമ്മുടെ പ്ലസ്, നമ്മളല്ലാതെ സൈനോ കോസോ തീറ്റോ ഒന്നും അല്ല ഇവിടെ ചോദിക്കുന്നത്, ബേസിക് കണക്കുകളാണ്. പക്ഷെ അത് സ്പീഡിൽ ചെയ്യണം. ഇനി അടുത്ത റീസണിങ് എബിലിറ്റി എന്താണ്? റീസണിങ്ങിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സീരീസ് ഉണ്ടായിരിക്കും, അനലോഗി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറേ പോർഷൻസ്, ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്ലോക്ക് ഉണ്ടാവും, കലണ്ടർ ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കുറേ പസിൽസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഇത് 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 35 മാർക്കാണ്, 20 മിനിറ്റ്. അങ്ങനെ 100 മാർക്കിന് 60 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യണം. ഇത് ഓൺലൈൻ ആയിരിക്കും ടെസ്റ്റുകൾ. നമ്മുടെ ഓരോരോ സെൻറ്റേഴ്സ് നമുക്ക് നൽകും. നമ്മുടെ സ്ഥലങ്ങളിൽ, അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും. അവിടെ പോയി പരീക്ഷ എഴുതിയാൽ മതി. അടുത്ത മെയിൻ എക്സാമിൽ നോക്കിക്കേ, നമ്മൾ പഠിച്ച ഇംഗ്ലീഷും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ഇവിടെ പേര് മാറി. നമ്മുടെ കണക്ക് തന്നെയാണ്, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. ആ 40 മാർക്കായി ഇവിടെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 50 മാർക്ക് ഉണ്ടാവും. റീസണിങ്ങിന് ഇവിടെ മാർക്ക് കൂടി 60 ക്വസ്റ്റ്യൻസ്, 60 മാർക്കായി. ഇവിടെ വീണ്ടും ഇംഗ്ലീഷിന് 40 ഉണ്ട്. ഇവിടെ ഒരു ജനറൽ അവയർനെസ്, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അവയർനെസ്, GKയും ഫിനാൻഷ്യൽ അവയർനെസ്സും ഉള്ള ഒരു പാർട്ടും കൂടെ ഇവിടെ കയറി വരും. 20 മിനിറ്റ് കൊണ്ട് നമ്മൾ അത് ചെയ്യണം. ഇതാണ് മെയിൻസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പോർഷൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഒക്ടോബർ സമയങ്ങളിലുണ്ട്, നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിച്ചു പോകണമെങ്കിൽ നമുക്കൊരു അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് ഒക്കെ കിട്ടും. അപ്പോൾ ആ ഭാഗം അങ്ങ് നടക്കും. പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് ആ സമയങ്ങളിൽ ചെയ്ത് നോക്കാം. ആദ്യം പ്രിലിമിനറിയുടെ ക്രാക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഏകദേശം നിങ്ങൾ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുവാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ മിനിമം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ഒരു 45 ഡേയ്സിൻ്റെ എന്തായാലും മിനിമം സമയം കിട്ടും. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ആ പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്ത് നമുക്ക് കൃത്യമായി ഒന്ന് പരിശീലിച്ചാൽ മതി. കാരണം നോക്കിക്കേ, കേരളത്തിലേക്ക് 108 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ 108 വേക്കൻസികൾ ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടി വന്നേക്കാണ് IBBS. പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 100ൽ 77.25 ആയിരുന്നു. അപ്പം നമ്മൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. ആ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആകണം. ആ സിസ്റ്റമാറ്റിക് ആയാൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സ്പീഡ് ഉണ്ടാവണം. സ്പീഡ് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കോച്ചിങ്ങിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊക്കെ ഒരു കൊല്ലത്ത് കോച്ചിങ് സെൻ്ററുകളിൽ പോയി ഇങ്ങനെ ആദ്യത്തെ സമയത്ത് പരിശീലനം എടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം ഒരുപാട് പേര് എഴുതിയെടുക്കും. ഒരുപാട് പേര് എഴുതിയെടുക്കുമ്പം പ്രിലിമിനറി ക്ലിയർ ചെയ്യുന്നതും ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഒരു സിസ്റ്റമാറ്റിക് ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ട്രാക്കിലേക്ക് എത്തി ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, ക്ലിയർ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ, ആവശ്യമില്ലാത്തതൊന്നും പഠിക്കരുത്, പഠിക്കേണ്ടത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും IBBS ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രിലിമിനറിയുടെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ട്, ഏതാണ്ട് 9249089284 ഈ നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക. IBBS എക്സാമിന് വേണ്ടിയുള്ള കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ചുകളാണ്. വളരെ ചെറിയ ഫീസിലാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. IBBSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നിരവധി ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈനായിട്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. ഓൺലൈൻ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ടെസ്റ്റ് സീരീസുകൾ ചെയ്ത് നോക്കുക. പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പഠിച്ചു തുടങ്ങുക ഇന്ന് തന്നെ.